പോലീസ് പീഡനം ആരോപിച്ചുള്ള ഹർജിയിൽ മുഹമ്മദ് ഷിയാസിന് ഹൈക്കോടതിയുടെ വിമർശനം. കേസ് രജിസ്റ്റർ ചെയ്യേണ്ട എന്നാണോ പറയുന്നതെന്ന് ഷിയാസിനോട് കോടതി ചോദിച്ചു. രാഷ്ട്രീയ നേട്ടത്തിനല്ല മൃതദേഹവുമായി പ്രതിഷേധിച്ചെന്നും കോടതി വിവരങ്ങളുമായി രേഷ്മ ചേരുന്നു. രേഷ്മ, എന്താണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്താനുണ്ടായ പ്രധാന കാരണങ്ങൾ? മറ്റെന്തൊക്കെ കാരണങ്ങളാണ് കോടതി പറഞ്ഞത്? കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തുടരെ പോലീസ് കേസെടുക്കുന്നു ആരോപിച്ചുകൊണ്ടാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. പോലീസ് പീഡനമുണ്ട്, അതുകൊണ്ട് തന്നെ മുൻകൂർ നോട്ടീസ് നൽകാതെ തനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി പുറപ്പെടുവിക്കണം എന്നുള്ളതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ഹർജി ഇന്ന് പരിഗണിക്കവെയാണ് സിംഗിൾ ബെഞ്ച് ഷിയാസിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മോർച്ചറിയിൽ നിന്ന് മൃതദേഹം സമ്മതമില്ലാതെ പുറത്തെടുത്ത് കൊണ്ടുപോയില്ലേ എന്നുള്ള പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രവുമല്ല, ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിനിടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ താങ്കൾ മർദ്ദിച്ചിട്ടില്ലേ, അതിന് കേസെടുക്കരുതെന്നാണോ പറയുന്നതെന്നും മുഹമ്മദ് ഷിയാസിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി എടുത്തു ചോദിക്കുകയും ചെയ്തു. മുഹമ്മദ് ഷിയാസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് തനിക്കെതിരെ തുടരെ പോലീസ് കേസെടുക്കുകയാണ്. നിലവിൽ തന്നെ 4 കേസുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും നിഷേധമാണ് എന്നുള്ള വാദമാണ് ഷിയാസ് ഹൈക്കോടതി ഉന്നയിച്ചത്. പക്ഷേ അതിൽ ഹൈക്കോടതി ഒരു മറുപടി നൽകിയിട്ടുള്ളത്, ഈ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് കോടതിയെ സമീപിക്കുകയായിരുന്നല്ലോ വേണ്ടിയിരുന്നതെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്തായാലും നിലവിൽ ഈ ഹർജി വിശദമായിട്ട് പരിഗണിക്കാനായിട്ട് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് കോതമംഗലത്ത് പ്രതിഷേധം നടത്തിയത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതിലടക്കം മുഹമ്മദ് ഷിയാസിനെ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ച ഒരു ആവശ്യം കൂടി നേരത്തെ തന്നെ ഹർജിയിൽ ഷിയാസ് ഉന്നയിച്ചിരുന്നു. എന്തായാലും നിലവിൽ ഹർജി വിശദമായിട്ട് പരിഗണിക്കണമെന്ന ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത്. ലക്ഷ്മി, ഇതിലിപ്പോൾ ഷിയാസിന്റെ ഭാഗം മാത്രമാണോ കോടതി കേട്ടിട്ടുള്ളത്? പോലീസിന്റെയോ സർക്കാർ അഭിഭാഷകരുടെയോ വാദം കോടതിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഷിയാസിന്റെ ഭാഗം മാത്രമാണ് നിലവിൽ ഹൈക്കോടതി മുൻപാകെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പരിഗണിക്കുന്ന വേളയിൽ സർക്കാരിന്റെ അടക്കമുള്ള വിശദീകരണം ഹൈക്കോടതി കേൾക്കും. അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത്, നേരത്തെ ഈ എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്, ഈ കേസുകൾ എടുത്തത് ഏത് സാഹചര്യത്തിലാണ് തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധമല്ലേ തുടങ്ങിയ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും നിലവിൽ ഈ കേസുകൾ എടുത്തതിലുള്ള അതിൽ ഒരു പോലീസ് പീഡനം ആരോപിച്ചുകൊണ്ടാണ് ഷിയാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതിൽ പക്ഷേ പരിഗണിച്ച വേളയിൽ തന്നെ ഷിയാസിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനം കോടതി ഉന്നയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും സർക്കാരിന്റെ അടക്കം വിശദീകരണം മറുപടിയും ഹൈക്കോടതി ഇക്കാര്യത്തിൽ തേടും. പ്രത്യേകിച്ച് തുടരെ കേസുകൾ എടുക്കുന്നു എന്നുള്ള ഒരു വാദമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ആക്ഷേപമാണ് ഹർജിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുക, ഈ കോതമംഗലത്തെ പ്രതിഷേധം അത് ആ ഒരു മൃതദേഹം സമ്മതമില്ലാതെ ആശുപത്രിയിൽ നിന്ന് മോർച്ചറിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി പ്രതിഷേധിച്ചു, ഒപ്പം തന്നെ അനാദരവ് കാട്ടി തുടങ്ങിയ വാദഗതികളാകും സർക്കാർ ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കുക. അതിൽ ഹൈക്കോടതി വലിയ രീതിയിലുള്ള ഗൗരവമായിട്ട് തന്നെ ശരി രശ്മി, എന്തായാലും കോടതി ഗൗരവപരമായ ചില ചോദ്യങ്ങളാണ് ചോദിച്ചത്. മൃതദേഹം മുൻനിർത്തി നടത്തിയ പ്രതിഷേധമൊക്കെ അത് രാഷ്ട്രീയ നേട്ടത്തിനാണോ എന്ന ചോദ്യം ഏതായാലും വളരെ പ്രസക്തമാണ്. രശ്മിയാണ് വിശദമായ കാര്യങ്ങൾ പങ്കുവച്ചത്.